പാലത്തായി കേസിൽ വിവാദ പരാമർശവുമായി CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറി അംഗം പി ഹരീന്ദ്രൻ. പ്രതി പത്മരാജൻ ഹിന്ദു ആയതുകൊണ്ടാണ് SDPI വിഷയം വിവാദമാക്കിയതെന്നാണ് അദ്ദേഹത്തിന്റെ പരാമർശം. ഹരീന്ദ്രനെതിരെ ലീഗ് കടുത്ത വിമർശനം ഉന്നയിച്ചു. പ്രസംഗ വിവാദമായി. അതോടെ വിശദീകരണവുമായി പി ഹരീന്ദ്രനും രംഗത്ത് വന്നു. ഈ പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടികളോടുള്ള സഹതാപമായിരുന്നുവെങ്കിൽ, അതിനുള്ള പിന്തുണയായിരുന്നുവെങ്കിൽ, ഈ കേരളത്തിൽ ഉസ്താദുമാർ പീഡിപ്പിച്ച എത്ര പെൺകുട്ടികളുടെ വാർത്ത, ആൺകുട്ടികളുടെ വാർത്ത നമ്മൾ കണ്ടിട്ടുണ്ട്. ഇന്നലെ രാത്രി പാനൂരിൽ വെച്ചായിരുന്നു CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി ഹരീന്ദ്രന്റെ വിവാദ പരാമർശം. കേസിൽ CPIM മാത്രമാണ് പെൺകുട്ടിക്കൊപ്പം നിന്നതെന്നും SDPI വിവാദമുണ്ടാക്കാൻ ശ്രമിക്കുകയായിരുന്നു എന്നുമായിരുന്നു ഹരീന്ദ്രന്റെ പ്രസംഗം. പ്രസംഗം വിവാദമായതോടെ വിശദീകരണവുമായി പി ഹരീന്ദ്രൻ രംഗത്തെത്തി. പാലത്തായി കേസ് സവിശേഷമായ രീതിയിൽ ഇവർ കൈകാര്യം ചെയ്യുന്നത് അവരുടെ വർഗീയ താല്പര്യത്തോടു കൂടി തന്നെയാണ് എന്ന പരാമർശമാണ് ഞാൻ നടത്തിയിട്ടുള്ളത്. അതിനെ ദുർവ്യാഖ്യാനം ചെയ്ത് ഞാനെന്തോ മതപരമായ വിദ്വേഷം നടത്തി പരാമർശം നടത്തി എന്നുള്ളത് നിങ്ങളുടെ ദുർവ്യാഖ്യാനമാണ്. RSSുമായി BJPയുമായി ഈ മേഖലയിൽ നിരന്തരമായിട്ട് സഖ്യമുണ്ടാക്കി പോയിട്ടുള്ള മുസ്ലിം ലീഗും അതുപോലുള്ള ശക്തികളുമാണ്, CPM അല്ല. ഹരീന്ദ്രന്റെ പരാമർശം ദുർവ്യാഖ്യാനിച്ചതാണെന്ന് CPIM ജില്ലാ സെക്രട്ടറി KK രാഗേഷ്. RSS ചുരുങ്ങിയത് ഒരു 5 തവണയെങ്കിലും സഖാവ് ഹരീന്ദ്രനെ കൊലപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടാവും. അത്ഭുതകരമായി രക്ഷപ്പെട്ടാണ് ഓരോ സന്ദർഭങ്ങളിലും. ആ ഹരീന്ദ്രനെ നിങ്ങൾ ദയവ് ചെയ്ത് വർഗീയവാദിയാക്കരുത്. പി ഹരീന്ദ്രന്റെ വാക്കുകൾ വർഗീയത ഉണ്ടാക്കാൻ ലക്ഷ്യമിട്ടുള്ളതെന്ന് മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ കരീം ചേലേരി. വളരെ കൃത്യമായി ഇടപെട്ടത് തികച്ചും വർഗീയപരമായിട്ടുള്ള ഒരു സമീപനത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്നാണ് ശ്രീ ഹരീന്ദ്രൻ പറഞ്ഞിട്ടുള്ളത്. CPM പോലുള്ള ഒരു പുരോഗമന പ്രസ്ഥാനം, അതിൻ്റെ നേതാക്കൾ ഹരീന്ദ്രൻ പറഞ്ഞത് CPMന്റെ നയമാണോ നിലപാടാണോ എന്നിവർ വ്യക്തമാക്കണം. അതേസമയം പോക്സോ കേസിൽ ശിക്ഷിക്കപ്പെട്ടതോടെ BJP നേതാവും അധ്യാപകനുമായ K പത്മരാജനെ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടു. വിദ്യാഭ്യാസ വകുപ്പിന്റെ നിർദ്ദേശപ്രകാരം പിരിച്ചുവിട്ടുകൊണ്ടുള്ള ഉത്തരവ് സ്കൂൾ മാനേജ്മെന്റ് പുറത്തുവിട്ടു. 24 കണ്ണൂർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.